ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് നമ്പർ 1 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 40 ആളുകൾ മത്സരം നടത്തി 20 ആളെ സെലക്ട് ചെയ്തു. ആ 20 ആളുകളുടെ മത്സരങ്ങളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അത് തന്നെ അവരെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഗ്രൂപ്പായിട്ട് അഖിൽമാരാറിൻ്റെ ടീം, റിയാസിൻ്റെ, രഞ്ജിനി. അപ്പോൾ ഇതുപോലെ 3 ടീമായിരുന്നു. അതിൽ 3 ടീം സെപ്പറേറ്റ് മത്സരങ്ങളായിരുന്നു. അങ്ങനെ ഇതിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത്, ആദ്യത്തെ ടീമിൽ നിന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നത് പ്രണവ് എന്ന് പറയുന്ന ആളായിരുന്നു. അടുത്ത ടീമിൽ ജയിച്ചിട്ട് പാർവതി എന്ന് പറയുന്നവരായിരുന്നു. അതിനുശേഷമുള്ള ടീമിൽ നിന്ന് ഷിജിൻ എന്ന് പറയുന്നവർ. അങ്ങനെ ഈ 3 പേരാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഈ കാണുന്ന ഒരു പെൻഡൻറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു ഇമ്മ്യൂണിറ്റി പോലെ എന്തെങ്കിലും ആവുമായിരിക്കും. അതിനുശേഷം പിന്നെ ഇതിലൊക്കെ ഡേഞ്ചർ സോണിലായിട്ടുള്ള കുറച്ച് ആളുകളെ ഒരു ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഒന്നാമത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സംഭവം കണ്ടിരിക്കാൻ എൻ്റർടൈനിങ് ആയിട്ടുണ്ടായിരുന്നു. അതായത് പലതരത്തിലുള്ള ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ അവർ പറ്റുന്ന പോലെ, അതായത് ഒരു ഗെയിം ഷോ ആണല്ലോ, അത് പറ്റുന്ന പോലെ എൻ്റർടൈനിങ് ആക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം കൊള്ളായിരുന്നു. അതേപോലെ തന്നെ ക്യാരക്ടേഴ്സിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിൽ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും എപ്പിസോഡുകളുണ്ട്. നമുക്ക് ആളുകളെ എല്ലാം പരിചയമാവും തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് മനസ്സിലായിട്ടുള്ളത്. കാരണം സംഭവബഹുലം ആവുന്ന സമയത്താണല്ലോ നമുക്ക് ഇവരൊക്കെ ആയിട്ട് ഇത് ഇന്ന ആളാണ്, അവരങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ എല്ലാം സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ആളുകളെയൊക്കെ നമുക്ക് മനസ്സിലാവാനുള്ള സാഹചര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്.